സംസ്ഥാനത്ത് കഴിഞ്ഞ അധ്യയന വർഷം +1 50,000-ലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നുവെന്ന് ഞങ്ങളുടെ ആലപ്പുഴ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയതായി +1 ബാച്ചുകൾ അനുവദിക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നതിനിടയിലാണ് കഴിഞ്ഞ അധ്യയന വർഷം സംസ്ഥാനത്ത് 10,000-കണക്കിന് സീറ്റുകളിൽ പ്രവേശനം നടന്നില്ലെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖകൾ പുറത്തുവരുന്നത്. അൺഎയ്ഡഡ് മേഖലയിലടക്കം 4,19,000-ൽ പരം +1 സീറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ അധ്യയന വർഷം പ്രവേശനം നടന്നതാകട്ടെ 3,33,000-ൽ പരം സീറ്റുകളിൽ മാത്രം. അതായത് സർക്കാർ എയ്ഡഡ് മേഖലയിൽ മാത്രം 50,000-നടുത്ത് +1 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. പ്രവേശനം നടക്കാത്ത അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകൾ കൂടി എടുത്താൽ ഒഴിഞ്ഞുകിടക്കുന്ന +1 സീറ്റുകളുടെ എണ്ണം 85,000 കവിയും. കഴിഞ്ഞ തവണ അനുവദിച്ച ബാച്ചുകളിൽ 7 എണ്ണത്തിൽ ഒരു കുട്ടി പോലും അഡ്മിഷൻ എടുത്തിട്ടില്ല. 38 ബാച്ചുകളിൽ പ്രവേശനം നേടിയതാകട്ടെ 25-ൽ താഴെ വിദ്യാർത്ഥികൾ. കഴിഞ്ഞ അധ്യയന വർഷം +1 ബാച്ച് ലഭിച്ച NSSന്റെ 4 സ്കൂൾ ഉൾപ്പെടെ 5 സ്കൂളുകളിൽ പ്രവേശനം നടത്തിയിട്ടില്ല. വിദ്യാർത്ഥികളേതുപോലെ തന്നെ അധ്യാപകരുടെയും കസേരകൾ ഹയർ സെക്കൻഡറി മേഖലയിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. 3000-ഓളം അധ്യാപകരുടെ കുറവ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിലനിൽക്കുന്നു. അതേസമയം എയ്ഡഡ് മേഖലയിൽ 2011 മുതൽ ജോലിയിൽ പ്രവേശിച്ച ആയിരക്കണക്കിന് ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് നാളിതുവരെ ₹1 പോലും ശമ്പളം ലഭിച്ചിട്ടുമില്ല. കോൺഗ്രസ് അനുകൂല ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയായ AHSTAയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. മനോജിന് ലഭിച്ച വിവരാവകാശ രേഖകളിലാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത്. രഘുനാഥ് നാരായണൻ, റിപ്പോർട്ടർ, ആലപ്പുഴ.